എം.ജി. സർവകലാശാല വൈസ് ചാൻസലറുടെ ഉത്തരവിനെ വെല്ലുവിളിച്ച് ഇടത് യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പരസ്യ ബോർഡുകൾ സർവകലാശാല മാനദണ്ഡങ്ങൾ മറികടന്ന് സ്ഥാപിച്ചാണ് വെല്ലുവിളി. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ രാഷ്ട്രീയം പാടില്ലെന്ന ഉത്തരവാണ് ഇടത് യൂണിയൻ കാറ്റിൽ പറത്തിയത്. സംഭവം സെനറ്റ് അംഗം അരുൺ മോഹൻ ഗവർണർക്ക് പരാതിയായി നൽകിയിട്ടുണ്ട്. ABVPയും VCയും രേഖാമൂലം പരാതി നൽകിയിരുന്നു. 3 ലക്ഷം രൂപയാണ് ഇതിനായി VCയെ തെറ്റിദ്ധരിപ്പിച്ച് പാസ്സാക്കിയത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പരിപാടി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ നടത്തുന്നത് വൈസ് ചാൻസലറെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഒരു കോൺക്ലേവ്, ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് MG യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ആ കോൺക്ലേവിന് UGC ഫണ്ട് 3 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് CJP സമരത്തെ, പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന SFIയുടെ രാഷ്ട്രീയമാണ് അവർ ക്യാമ്പസിനുള്ളിൽ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത്. CJP പ്രക്ഷോഭം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ വരെ എത്തി നിൽക്കുന്ന വിവരം നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയ പ്രചരണ പരിപാടി 3 ലക്ഷം രൂപ UGC ഫണ്ട് ഉപയോഗിച്ച് നടത്തുക എന്ന് പറയുന്നത് കൃത്യമായി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആക്ടിനും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടിനും UGC റെഗുലേഷനും ഒക്കെ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ വിഷയത്തിൽ മിഥുൻ മുരളി തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. MG സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ യാതൊരുവിധ രാഷ്ട്രീയവും അനുവദിക്കില്ല എന്നുള്ളതാണ് സർവകലാശാലയുടെ മാനദണ്ഡം. ഇത് സംബന്ധിച്ച് MG സർവകലാശാല സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്തരവ് MG സർവകലാശാല വൈസ് ചാൻസലർ നിർദ്ദേശപ്രകാരം പുറത്തിറങ്ങിയത്. അതിൽ കൃത്യമായി പറയുന്നത് MG സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾ പാടില്ല, യാതൊരുവിധ രാഷ്ട്രീയവും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇടത് യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിൽ ഈ രാഷ്ട്രീയ പ്രചാരണാർത്ഥമുള്ള ചിത്രങ്ങൾ ആ ബോർഡുകളിൽ, അതിൻ്റെ പരസ്യ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പരാതി വരുന്നത്. MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ ABVPയും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർക്കും മറ്റും പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന CJPയുടെ ഡൽഹിയിലെ പ്രക്ഷോഭത്തിൻ്റെ പ്രചരണം അർത്ഥം ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. അത് SFI പിന്തുണ നൽകിയ ആ പ്രക്ഷോഭത്തിനുള്ള ഒരു പ്രചരണമാണ്, രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. ഈ പരിപാടി ഓഗസ്റ്റ് 3 മുതൽ നടത്തുന്ന ഈ നാഷണൽ കോൺഫറൻസ് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി SFI മാറ്റുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ്, പരാതികളാണ് ABVPയും ഒപ്പം തന്നെ സെനറ്റ് അംഗങ്ങളും ആരോപിക്കുന്നത്. എന്തായാലും ഈ 3 ലക്ഷം രൂപ മുടക്കിയാണ് 3 ലക്ഷം രൂപയാണ് ഈ നാഷണൽ കോൺഫറൻസിന് വേണ്ടി യൂണിയൻ MG യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത്. ആ പണം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുന്നു. അതിൻ്റെ സൂചകമായി ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരാതി. ഈ ബോർഡുകൾ എടുത്തു മാറ്റാൻ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ബോർഡുകൾ മാറ്റുകയില്ല എന്നുള്ള പരസ്യ വെല്ലുവിളിയാണ് ഇടത് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ബോർഡുകൾ ഇവിടെ തന്നെ നിലനിർത്തും. രാഷ്ട്രീയ പ്രചരണ ബോർഡുകൾ മാറ്റണം എന്നുള്ള ആവശ്യം നിരാകരിക്കുകയാണ് യൂണിയൻ. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.